എത്ര കാലമായി ഞാൻ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു, എൻ്റെ രോഗം ഇതുവരെ മാറിയിട്ടില്ല. സാമ്പത്തികമായി വല്ലാത്ത പ്രയാസത്തിലാണ്. കച്ചവടം തകർന്നു. കടവും കടത്തിൻ്റെ മേൽ കടവുമായി ജീവിക്കുന്നു. ഒന്ന് കരയേറ്റിത്തരാൻ പടച്ചിറപ്പിനോട് എത്രയാണ് പ്രാർത്ഥിക്കുന്നത്. ഇനി എനിക്കൊന്നും പ്രതീക്ഷയില്ല. പാപികളായ ചില ആളുകൾ പറയുന്നു എനിക്ക് പ്രതീക്ഷയില്ല. ജീവിതത്തിൽ പരീക്ഷിക്കപ്പെട്ട ആളുകൾ പറയുന്നു എനിക്ക് പ്രതീക്ഷയില്ല. ആരെക്കുറിച്ചായി പറയുന്നത്? ആരെക്കുറിച്ചായി പറയുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യത്തിൽ, അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ, അള്ളാഹുവിൻ്റെ തുറവിൽ പ്രതീക്ഷയില്ലാത്ത കാഫിറുകളായ ആളുകളാണ്. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കളോട് പറയുന്നുണ്ട്, ബിന്യാമിനെയും നഷ്ടപ്പെട്ടപ്പോൾ, മോനെ മക്കളെ ബിന്യാമിനെ പോയി നിങ്ങൾ അന്വേഷിക്കണം, എന്താണ് ആ കുഞ്ഞിൻ്റെ അവസ്ഥ, മകനെ നമുക്ക് തിരിച്ചു കിട്ടണം. ആ സമയത്ത് നിങ്ങൾ യൂസുഫിനെയും അന്വേഷിക്കണം. എത്ര കാലമായി യൂസുഫ് നഷ്ടപ്പെട്ടിട്ട്. എന്നിട്ട് ആ പിതാവ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, കാഫിറുകൾ മാത്രമേ അള്ളാഹുവിൻ്റെ പ്രതീക്ഷയിൽ, അള്ളാഹുവിൽ നിന്നുള്ള പ്രതീക്ഷയിൽ നിരാശപ്പെടുകയുള്ളൂ. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അള്ളാഹ് പറയുന്നു, ഇന്നല്ലാഹ യഖൂലു തആല അന ഇൻദ ളന്നി അബ്ദി ബി, എന്നെക്കുറിച്ച് എൻ്റെ അടിമ എന്താണോ ധരിച്ചു വശമായിട്ടുള്ളത് അതാണ് ഞാൻ. എനിക്കിനി പ്രതീക്ഷയൊന്നുമില്ല. ഈ രോഗം മാറുന്ന പ്രതീക്ഷയില്ല, എന്ന് മാറൂല. ഞാൻ സാമ്പത്തികമായി കരകയറൂല എന്നാണോ ഞാൻ മനസ്സിലാക്കുന്നത്, കരകയറൂല. ഈ ഹദീസിന്റെ വിശദീകരണം, അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ എന്താണോ പ്രിയമുള്ള സഹോദരികളെ മനസ്സിലാക്കുന്നത്, അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് നിലപാടെടുക്കുന്നത്. ആ നിലപാടിലായിരിക്കുമെന്നാണ്. പ്രവാചകന്മാർ നിരാശപ്പെട്ടിട്ടില്ല, സലഫ് സ്വാലികൾ നിരാശപ്പെട്ടിട്ടില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എപ്പോഴാ കുഞ്ഞുണ്ടായത്? ജക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം എപ്പോഴാ കുഞ്ഞുണ്ടായത്? ഏത് ഗർഭാശയത്തിലാണ് കുഞ്ഞുണ്ടായത്? ബദറിനെ ഓർത്തുകൊണ്ടിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ബദരീങ്ങളെ കൈവടിഞ്ഞില്ല, അള്ളാഹുവിൻ്റെ സൈന്യത്തെ ഇറക്കി. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ തീനെ തണുപ്പാക്കി. ഈ റബ്ബ് ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം. അത്ഭുതകരമായ ഇടപെടൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുത്തഖീങ്ങളിൽ അള്ളാഹു ഇടപെടും. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സാമ്പത്തികമായി വല്ലാത്ത സുസ്ഥിതിയുള്ള ആളായിരുന്നു. അള്ളാഹുവിൻ്റെ അടുത്ത, അള്ളാഹുവിന് വേറെ വേണ്ടപ്പെട്ട പ്രവാചകനായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ, ഉദ്കുർ അബ്ദന അയ്യൂബ്, നമ്മുടെ അടിമയായ അയ്യൂബിനെ കുറിച്ച് നിങ്ങൾ ഓർത്തില്ലേ? 18 വർഷക്കാലമാണ് അദ്ദേഹത്തെ അള്ളാഹു പരീക്ഷിച്ചത്. നല്ല സമ്പത്തുണ്ടായിരുന്നു, കുടുംബമുണ്ടായിരുന്നു, ആളുകളുണ്ടായിരുന്നു, വളമുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. കിട്ടിയ സമ്പത്ത് കൊണ്ടൊക്കെ അള്ളാഹുവിൻ്റെ ആളുകളെ, പാവപ്പെട്ട ആളുകളെ സഹായിക്കുമായിരുന്നു. 18 വർഷം ഒരു ചർമ്മരോഗം വന്നു. ആരും അടുക്കാത്ത രീതിയിൽ അത്രയധികം ഭീകരമായ രോഗം. എത്ര 1, 2, 3, 4, 5, 10 അല്ല, 18 വർഷം തൻ്റെ കൂടെ ഭാര്യ മാത്രം ബാക്കിയായി. തൻ്റെ ഭാര്യ മാത്രം ബാക്കിയായി. നിരാശപ്പെട്ടോ? ഇല്ല. വ അയ്യൂബ ഇദ് നാദാ റബ്ബഹു ഇന്നി മസ്സനിയൽ ദുർ വ അൻത അർഹമുർ റഹീമീൻ. പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കലും പ്രാർത്ഥനയുടെ വിഷയത്തിൽ പടച്ചറപ്പിൻ്റെ റഹ്മത്ത് തനിക്ക് വരും എന്ന് വരാതിരിക്കുകയില്ല, എനിക്ക് വരും, യാതൊരു സംശയവുമില്ല. അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, പടച്ചറബ്ബേ എന്നെ ദുർറ് ബാധിച്ചിരിക്കുന്നു, വ അൻത അർഹമുർ റഹീമീൻ, നീ അർഹമുർ റഹീമീനാണല്ലോ, എനിക്ക് പ്രതീക്ഷയുണ്ട് റബ്ബേ നിന്റെ റഹ്മത്തിൽ. അങ്ങനെ 18 വർഷങ്ങൾക്ക് ശേഷം തൻ്റെ ഭാര്യ അദ്ദേഹത്തെ പോറ്റിയത് ഹദീസുകളിൽ കാണുന്നുണ്ട്. രാവിലെ ജോലിക്ക് പോകും. വീടുകളിൽ വലിയ സമ്പൽ സമൃദ്ധിയിൽ ജീവിച്ച ആളുകൾ രാവിലെ ജോലിക്ക് പോകും തൻ്റെ ഭാര്യ. എന്നിട്ട് അദ്ദേഹത്തിനുള്ള ഭക്ഷണവുമായിക്കൊണ്ടും മരുന്നുമായിക്കൊണ്ടും അവർ മടങ്ങി വരും എന്നാണ്. അങ്ങനെ ജോലിക്ക് പോയിക്കൊണ്ടാണ് ആ പ്രിയപ്പെട്ട ഭർത്താവിനെ അവർ നോക്കിയത്. ഇട്ടറിഞ്ഞു പോയില്ല. എന്നിട്ട് 18 വർഷങ്ങൾക്ക് ശേഷം ഒരു ദിവസം രാവിലെ മലമൂത്ര വിസർജനത്തിന് വേണ്ടി ദൂരെയുള്ള സ്ഥലത്തേക്ക്, സാധാരണ ആക്കി കൊടുക്കുന്ന സ്ഥലത്തേക്ക് ആക്കി തിരിച്ചു പോരുകയാണ്. ഭാര്യ കാത്തു നിൽക്കുകയാണ് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ. ഈ സമയത്ത് അള്ളാഹുവിൻ്റെ ആയത്തിറങ്ങുകയാണ്, ഉർഖുൽ ബിരിജ്ലിക ഹാദാ മുഗ്തസലുൻ ബാരിദുൻ വശറാബ്. അയ്യൂബ്, താങ്കളുടെ കാലുകൊണ്ട് ആ ഭൂമിയിൽ ചവിട്ടുക. അവിടെ നിന്ന് നിങ്ങൾക്കൊരു ഉറവയുണ്ടാകും, അത് കുടിക്കണം. ഷറാബാണ്, കുടിക്കണം, ശരീരത്തിൽ പുരട്ടണം. മറ്റൊരു റിവായത്തിൽ കാണാം, മറ്റൊരു സ്ഥലത്തും ചവിട്ടാൻ പറഞ്ഞു. അവിടെ നിന്നൊരു ഉറവുണ്ടായി, അതും കുടിച്ചു, ശരീരത്തിൽ പുരട്ടി. ശാരീരികമായ പ്രശ്നങ്ങളും ആന്തരികമായ പ്രശ്നം, അഥവാ ശരീരത്തിന് പുറത്തുള്ള പ്രശ്നങ്ങളും ഉള്ളിലുള്ള പ്രശ്നങ്ങളും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ചെറിയ സമയം കൊണ്ട് 100% ഭേദമാക്കി കൊടുത്തു. തിരിച്ചു വരാത്ത അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമെ കാണുന്നില്ല, തിരിച്ചു വരുന്നില്ല, കാണുന്നില്ല, കാത്തു നിൽക്കുകയാണ്. ഭാര്യ എല്ലാവരോടും ചോദിക്കുകയാണ്. നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും, ഒരു മനുഷ്യൻ ആ ഭാഗത്ത്, തൻ്റെ ഭർത്താവ് പോയ ഭാഗത്ത് നിന്ന് തിരിച്ചു വരുന്നുണ്ട്. ഈ സമയത്ത് ഭാര്യ ചോദിക്കുകയാണ്, ബാറക്കല്ലാഹു ഫീക ഹൽ റഅയ്ത നബി അല്ലാഹി ഹാദാ മുബ്തല. അല്ലാതെ പരീക്ഷിക്കപ്പെട്ട അള്ളാഹിൻ്റെ പ്രവാചകനായ അയ്യൂബ് നബി അങ്ങോട്ട് പോയിരുന്നു. ആ ഭാഗത്തേക്ക് നിങ്ങൾ വരുന്ന ഭാഗത്തേക്കാണ് പോയത്, നിങ്ങൾ കണ്ടോ? അവിടെ എങ്ങാനും ഉണ്ടോ? കുറേ നേരമായി കാത്തിരിക്കുന്നു. ഇല്ല, കാണാനില്ല, നിങ്ങൾ കണ്ടോ എന്നാണ് അയ്യൂബ് നബിയുടെ ഭാര്യ ആ മനുഷ്യനോട് ചോദിക്കുന്നു. ഒരു നല്ല സുന്ദരനായ മനുഷ്യനാണ് തിരിച്ചു വരുന്നത്. എന്നിട്ട് ആ ഭാര്യ പറയുന്നുണ്ട്, ഫവല്ലാഹി അലാ ദാലിക മാ റഅയ്തു റജുലൻ അശ്ബഹ മിൻക. അള്ളാഹു തന്നെയാണ് സത്യം, നിങ്ങളെപ്പോലെ തന്നെയുണ്ട്. ഇത് കുൻത സ്വഹീഹൻ, താങ്കൾക്കൊരു രോഗവുമില്ലെങ്കിൽ
എൻ്റെ ഭർത്താവിന് ഒരു രോഗവും ഇല്ലെങ്കിൽ നിങ്ങളെപ്പോലെ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് നല്ല ശരീരമുണ്ട്, നിങ്ങളെ കാണാൻ നല്ല അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഫദ്ൽ കിട്ടിയ ആളാണ്. നിങ്ങളെപ്പോലെ തന്നെ മുഖശൈപ്പുള്ള, മുഖക്കോലുള്ള, അതേപോലെ തന്നെ രൂപമുള്ള ഒരു മനുഷ്യനാണ് മനുഷ്യൻ. അങ്ങനെയുള്ള ഒരു മനുഷ്യനെ നിങ്ങൾ കണ്ടുക്കണോ എന്താ ചോദിച്ചത്. ഈ സമയത്ത് അയ്യൂബ് നബി പറയാണ്, അതേ ഫഇന്നി അനഹു, ഞാൻ അയ്യൂബാണ്. മലമൂത്ര വിസർജനത്തിന് പോയൊരു മനുഷ്യൻ തിരിച്ചു വരുന്നത് അള്ളാഹുവിൻ്റെ അത്ഭുതം കൊണ്ടാണ്. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന പാഠമാണ്. ഹദീസുകളിൽ പറയുന്നുണ്ട്, അദ്ദേഹത്തിന് 2 ധാന്യപ്പുരകൾ ഉണ്ടായിരുന്നു. ആളുകളെ സഹായിക്കാൻ, ഒന്ന് ബാർലിയുടെയും ഗോതമ്പത്തിനും അതിൽ നിറച്ചിട്ടാണ് പാവങ്ങൾക്ക് കൊടുക്കാറുള്ളത്. ആ 2 ധാന്യപ്പുരകൾക്ക് മുകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല 2 മേഘങ്ങളെ കൊണ്ടുവന്നു. ഒരു മേഘത്തിൽ നിന്നും ധാന്യങ്ങളായിക്കൊണ്ട് സ്വർണവും, മറ്റൊരു മേഘത്തിൽ നിന്ന് ധാന്യമായിക്കൊണ്ട് വെള്ളിയും ഒഴുകുകയും മഴയായി പെയ്തിറങ്ങുകയും അദ്ദേഹത്തിന്റെ ധാന്യപ്പുരകൾ നിറയുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല വവഹബ്നാ ലഹു അഹ്ലഹു വമിത്ലഹു മഅഹും റഹ്മതൻ മിന്നാ വദിക്റാ ലിഉലിൽ അൽബാബ്, ചിന്തിക്കുന്ന ആളുകൾക്ക് ഗുണപാഠമായിക്കൊണ്ട് അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നലകളിൽ ഉണ്ടായിരുന്നതിനേക്കാൾ മെച്ചപ്പെട്ട ജീവിതവും സുഖവും സൗകര്യങ്ങളും പടച്ച റബ്ബിന്റെ റഹ്മത്തും മക്കളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു നൽകി. അല്ലാഹു മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, അതേ റഹ്മത്തൻ മിൻ ഇൻദിനാ വദിക്റാ ലിൽ ആബിദീൻ, ആബിദുകളായ ആളുകൾക്ക്, മുത്തഖീങ്ങളായ ആളുകൾക്ക് പാഠമായിക്കൊണ്ട്. എനിക്കും നിങ്ങൾക്കും തഖ്വയുണ്ടോ പ്രിയമുള്ളവരെ? പടച്ച റബ്ബിൽ പ്രതീക്ഷയുണ്ടോ പ്രിയമുള്ളവരെ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അത്ഭുതം നമ്മുടെ ജീവിതത്തിലും കാണും. നിരാശപ്പെടണ്ട. അതുകൊണ്ട് എന്ത് തെറ്റുകളുണ്ടെങ്കിലും, എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ഏറ്റു പറയാനും, റബ്ബിന്റെ പ്രതീക്ഷയിൽ ഒരിക്കലും ആ പ്രതീക്ഷ ഇല്ലാത്ത നിഷേധികളുടെ, കുഫറിന്റെ ആളുകളുടെ മനോഗതി ഒരിക്കലും ഉണ്ടാകാതിരിക്കുകയും ചെയ്യണം എന്ന് ഈ കഥകളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് ഏത് പാപവും പടച്ച റബ്ബ് പുറത്തു തരും, എന്ത് പ്രശ്നങ്ങളും പരിഹരിച്ചു തരും. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ ചെയ്യണം പ്രിയമുള്ളവരെ. അള്ളാഹിനോട് ആത്മാർത്ഥമായി നമ്മൾ പടച്ച റബ്ബിനോട് ഖേദിച്ച് മടങ്ങണം. അത്തായിബു മിൻ ദബ്ബിക മല്ലാ ദംബല, അള്ളാഹുവിനോട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ്, ആ പാപങ്ങൾ ഏറ്റുപറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹു മായ്ച്ചു കളഞ്ഞാൽ ഒരു പാപവും ചെയ്യാത്തവനെ പോലെയായി എന്ന് മാത്രമല്ല, യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, അവൻ ചെയ്ത തോന്നിവാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ചെയ്ത പാപങ്ങൾ നന്മകളായി പരിവർത്തിപ്പിക്കും. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്ത് എത്രയാണ്! ചെയ്ത പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകളാക്കി മാറ്റുന്നു. ഇതാണ് റഹ്മാനായ റബ്ബിന്റെ അനുഗ്രഹം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശാലത എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, ദിവസങ്ങൾ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ശവപ്രാർത്ഥന നടത്തിയവരുടെ കൂട്ടത്തിൽ ഒരിക്കലും നമ്മൾ പെടാൻ പാടില്ല. നമ്മൾ ആലോചിച്ച് നോക്കുക, മൻ സാമ റമളാന ഈമാന വഹ്തിസാബൻ, റമളാനിൽ ഈമാനോടുകൂടി ഇഹ്തിസാബോടുകൂടി നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ടോ? പാപങ്ങൾ പൊറുക്കപ്പെടും. അങ്ങനെയാണോ? അതേപോലെ തന്നെ നമ്മുടെ രാത്രി നമസ്കാരങ്ങൾ കൊണ്ട് ഉന്മേഷത്തോടുകൂടി ശരിയാവണ്ണം റൂഹോടുകൂടി നിസ്കരിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ? നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതിന് പുറമെ പാപമോചനം ധാരാളമായിക്കൊണ്ട് അള്ളാഹുവിനോട് തെറ്റുകൾ ഏറ്റുപറഞ്ഞുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആലയോട് മാപ്പിരിക്കാൻ, ഇസ്തിഗ്ഫാർ ചെയ്യാൻ, തൗബ ചെയ്യാൻ, നസൂഹായ തൗബ ചെയ്യാൻ നമ്മൾ സമയം കണ്ടെത്തേണ്ടതുണ്ട്. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു നമുക്ക് എപ്പോഴും ചിന്ത, ഞാനൊക്കെ ഇത്ര എവിടെ തെറ്റിയത്, എവിടെ പറ്റില്ല, ചെറിയ ചെറിയ തെറ്റുകൾ, അതൊക്കെ നിസ്കാരത്തിലൂടെ നോമ്പിലൂടെ കണ്ട് പൊറുക്കപ്പെടൂലേ. പക്ഷേ അള്ളാഹുവിൻ്റെ പ്രവാചകനെ കുറിച്ച് പറയുകയാണ്, അനിബിൻ ഉമറ ഇൻ കുന്നാ നഅുദു ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മജ്ലിസിൽ വാഹിദ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഞങ്ങൾ ഇരിക്കുന്ന ഒറ്റ സിറ്റിങ്ങിൽ, ഒരു ദർസിന്റെ സിറ്റിങ്ങിലോ അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ കൂടെ ഇരിക്കുന്ന ഒരു സിറ്റിങ്ങിലോ ഞങ്ങൾ എണ്ണുമായിരുന്നു റസൂലുള്ളാഹിന്റെ ഇസ്തിഗ്ഫാറിന്. ഒരൊറ്റ ഇരുത്തത്തിൽ തന്നെ റസൂലുള്ളാഹി, അഥവാ ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ ഒക്കെ ഉള്ള അവർക്ക് ഉപദേശിക്കുന്ന ഒരു സിറ്റിങ്ങിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്തിഗ്ഫാർ നടത്താറുണ്ടായിരുന്നു 100 പ്രാവശ്യം. റബ്ബിഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുർ റഹീം എന്ന് റസൂലുള്ളാഹി പറയുന്നത്, തെറ്റ് ചെയ്യാത്ത, കുറ്റം ചെയ്യാത്ത, തെറ്റ് ചിന്തിക്കാത്ത അഷ്റഫുൽ ഹുറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. പടച്ചോൻ എനിക്ക് പുറത്തുണ്ടാകും, എൻ്റെ തൗബനെ സ്വീകരിക്ക് റബ്ബേ, എന്നോട് കരുണ കാണിക്ക് റബ്ബേ എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മജ്ലിസിൽ തന്നെ 100 പ്രാവശ്യമൊക്കെ പറയുന്നത് ഞങ്ങൾ എണ്ണുമായിരുന്നു എന്നാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പിച്ചിരുന്ന ഹദീസിൽ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, തൗബ ചെയ്യുക, ആത്മാർത്ഥമായി തൗബ ചെയ്യുക. കേവലം ആദര വ്യായാമമല്ല, അള്ളാഹു എനിക്ക് പുറത്തിറങ്ങിയെന്ന് പറയല്ല. ആത്മാർത്ഥമായി പടച്ചറബിനോട് തെറ്റുകളും കുറ്റങ്ങളും മുമ്പിൽ വെച്ചുകൊണ്ട് പടച്ചറബിന്റെ വാതിൽ മുട്ടിക്കൊണ്ട് പടച്ചറബെ ഏറ്റെടുക്കണേ, ഇതെല്ലാം പുറത്തു തരണമേ എന്ന് ആത്മാർത്ഥമായി പറയാൻ ഒറ്റയ്ക്കിരുന്ന് ആരും കാണണ്ട. രാത്രിയുടെ അവസാന സമയങ്ങളിൽ പടച്ചറബും താനും മാത്രമായിക്കൊണ്ട് അള്ളാഹുവിനോട് ഏറ്റു പറഞ്ഞുകൊണ്ട് എല്ലാം കഴുകി വൃത്തിയാക്കി ശവ്വാൽ പിറവി കാണാനുള്ള തൗഫീക്ക് നമുക്കുണ്ടാകണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ ഓതിക്കൊണ്ട് തൗബ ചെയ്യുന്ന ആളുകൾക്കുണ്ടാകുന്ന ശ്രേഷ്ഠതകൾ, അതുകൊണ്ടുണ്ടാകുന്ന പ്രതിഫലങ്ങൾ, മെച്ചങ്ങൾ എത്രയാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. ഒന്ന്, അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങൂല.
വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. ഇസ്തിഗ്ഫാർ ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹുവിൻ്റെ അദാബ് ഇറങ്ങൂല. പരീക്ഷണങ്ങൾ ഉണ്ടാകാം, പക്ഷെ അദാബായിട്ടുണ്ടാവുകയില്ല. അള്ളാഹുവിൻ്റെ സംരക്ഷണങ്ങളും അവർക്കുണ്ടാകാം എന്നർത്ഥം. അതേപോലെ തന്നെ ഇസ്തിഗ്ഫാർ ചെയ്യുന്ന ആളുകൾക്ക് നമ്മുടെ സമ്പത്തില്ലാത്തവരാണോ, മക്കളില്ലാത്തവരാണോ, അങ്ങനെ കഷ്ടപ്പെടുന്ന ആളുകളാണോ, എന്ത് ചെയ്യണം? ഇസ്തിഗ്ഫാർ എന്നർത്ഥം. ദുനിയാവിൻ്റെ പുരോഗതിയും പരലോകത്തിൻ്റെ പുരോഗതിയും ഇസ്തിഗ്ഫാറുമായി ബന്ധപ്പെട്ട് കെട്ടിക്കിടക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നൂഹ് നബിയുടെ സംസാരമായി കൊണ്ട് തൻ്റെ പ്രബോധിത വിഭാഗത്തോട് നൂഹ് നബി പറഞ്ഞു, ഫഖുൽതു അസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. ഗഫാറായ റബ്ബിനോട് നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തണം. അങ്ങനെയാണെങ്കിൽ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ. നിങ്ങൾക്ക് വരൾച്ച കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ടോ? മഴമേഘങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് മഴയെ തരും. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ വയംദിദുകും ബിഅംബാലിൻ വബനീന വയജഅൽ ലക്കും ജന്നാത്തിൻ വയജഅൽ ലക്കും അൻഹാറ മാ ലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ. നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്ത് തരും. മക്കളില്ലാത്തവരാണോ നിങ്ങൾ? അല്ലാഹു നിങ്ങൾക്ക് മക്കളെ തരും. സമ്പത്തില്ലാത്തവരാണോ? നിങ്ങൾക്ക് കൃഷിഭൂമി ഇല്ലാത്തവരാണോ? നിങ്ങൾക്ക് സമൃദ്ധമായ ദുനിയാവില്ലാത്തവരാണോ? എല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല തരും. നിങ്ങൾ റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്താൻ തയ്യാറാകണം. എന്താ നിങ്ങൾ റബ്ബിനൊരു ഗാംഭീര്യം കാണാത്തത്? മാ ലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ എന്ന് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആന്റെ ആയത്തുകളായിക്കൊണ്ട് നമുക്ക് ഓതി തരികയാണ്. അപ്പോൾ ദുനിയാവും കിട്ടും, ആഖിറം കിട്ടും. എന്ത് ചെയ്യണം? അല്ലാഹുവിനോട് തേടണം. പാപവും പേറി നടക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. സഹോദരന്മാരെ, ഒരു മാലിന്യം പേറി നമ്മൾ നടക്കൂ, ഒരു മാലിന്യം പേറി നമ്മൾ നടക്കൂ. ശരീരത്തിൽ, നമ്മുടെ ഡ്രസ്സിൽ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ചീഞ്ഞു നാറുന്ന റൂമിൽ നമ്മൾ കിടക്കുമോ? എന്നാൽ അതിനേക്കാൾ ഭീകരമായി ചീഞ്ഞു നാറുന്ന മനസ്സുമായി കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഒരു മനുഷ്യൻ തെറ്റ് ചെയ്യുമ്പോൾ തൻ്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളിയും നുക്തത്തുൻ സൗദാ, വീണ്ടും ചെയ്യുമ്പോൾ വീണ്ടും അത് വരും. അങ്ങനെ കറുത്തിരുണ്ട ഹൃദയമായി മാറും. എന്നാൽ അവൻ ഇസ്തിഗ്ഫാർ നടത്തുമ്പോൾ സഖല ഖൽബുഹു, അത് ഫിൽറ്റർ ചെയ്യപ്പെടും. എന്നാൽ ചില ആളുകൾ ഇസ്തിഗ്ഫാർ ചെയ്യുന്നില്ല. കരിപിടിച്ചു നിൽക്കുന്ന ഹൃദയം, കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സബൂൻ. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു, അത് അവരുടെ ഹൃദയങ്ങൾ അവർ ചെയ്ത പ്രവർത്തനങ്ങൾ കൊണ്ട് കരിപിടിച്ചിരിക്കുകയാണ്. ആ അവസ്ഥ ഒരിക്കലും എനിക്കും നിങ്ങൾക്കും ഉണ്ടാകാൻ പാടില്ല. എന്ന് മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്തിഗ്ഫാറിനെ കുറിച്ച് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു, ഇസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ. നിങ്ങൾ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ഇസ്തിഗ്ഫാർ നടത്തണേ, തൗബ ചെയ്യണേ. നിങ്ങൾക്ക് ആകാശത്തിൽ നിന്നും അല്ലാഹു മഴയെ ധാരാളമായി നിങ്ങൾക്ക് പെയ്തു തരും. വയസിദുകും ഖുവതൻ ഇലാ ഖുവതികും, നിങ്ങൾക്ക് ശക്തി തരും, ശാരീരികമായ ശക്തി തരും, മാനസികമായ ശക്തി തരും അല്ലാഹു സുബ്ഹാനഹു വ തആല. മനസ്സിലായില്ലേ? ജിമ്മ് പോണേക്കാണ് ശക്തി കിട്ടും, ദിക്റുകൾക്ക് കിട്ടും, ഇസ്തിഗ്ഫാറിന് കിട്ടും. അതൊക്കെ ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ തെളിയിക്കുന്ന കാര്യമാണ്. അതിൻ്റെ അർത്ഥം പിന്നെ മറ്റുള്ള എക്സസൈസുകളും കാര്യങ്ങളും ചെയ്യേണ്ടെന്നല്ല, പക്ഷെ അത് മറന്നിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇന്ന് പോലും നമ്മളൊക്കെ കാണുന്ന കാഴ്ചയാണ്. പല ആളുകളും നമ്മുടെയൊക്കെ പള്ളികളിൽ ഏകദേശം ദശക്കണക്കിന് ആളുകൾ സുബഹി നമസ്കാരം കഴിഞ്ഞ് അവിടെ ഇസ്തിഗ്ഫാറുകളും ദിക്റുകളും ചൊല്ലി 2 റക്അത്ത് സുന്നത്തും ഹജ്ജിൻ്റെ പ്രതിഫലമുള്ള നിസ്കാരം നിസ്കരിച്ച് ഇറങ്ങുന്ന സമയത്ത് കുറേ ആളുകൾ എക്സസൈസ് എടുത്ത് ഇങ്ങനെ വരികയാണ്. ഒരു സുബഹിക്ക് നിസ്കാരം കഴിഞ്ഞ് ഉടനെ ഗ്രൗണ്ടിൽ ഇറങ്ങിയതാണ് ഈ റമളാനിലെ ഈ സമയത്ത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, എന്തിനാണ് ഈ എക്സസൈസ് എടുക്കുന്നത്? 45, 50, 55 വയസ്സായ വല്യാപ്പാരും അതേപോലെ തന്നെ ഷോർട്സും ഒക്കെ ചെയ്തോട്ടെ, നല്ല ട്രൗസറും ബനിയനൊക്കെ ഇട്ട് വരികയാണ്. എന്തിനാണ്? ആരോഗ്യം കിട്ടാൻ വേണ്ടി. ഇനി എത്ര ആരോഗ്യം കിട്ടും? പരലോകം ഇവിടെ ആളുകൾ പരലോകം ഉണ്ടാക്കുകയാണ്. പ്രിയമുള്ളവരെ, പള്ളിയിൽ നിന്ന് ഇങ്ങനെ കൂട്ടമായി ആളുകൾ ഇറങ്ങി വരികയാണ്. 7 മണിക്കും അതേപോലെ തന്നെ 8 മണിക്കും നിസ്കാരം കഴിഞ്ഞ് ചില ആൾക്കാർ 3, 4 ജുസു ഓതി വരുന്ന സമയത്ത് സാധുക്കളായ ആളുകൾ എക്സസൈസ് എടുത്ത് വരികയാണ്. സുബഹി നിസ്കരിച്ച് ദിക്റെല്ലാവരും കൂടി നേരമില്ല, അത് ഗ്രൗണ്ടിൽ പാഞ്ഞതാണ് ഇതിൻ്റെ തടി നക്കാൻ. ഞാൻ അതിനെ കുറ്റം പറയല്ല, ഞാൻ പറയുന്നതിൻ്റെ മർമ്മം എന്താ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. വളരെ സങ്കടം തോന്നുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അൽഹംദുലില്ലാഹ് നമ്മൾ അനുഗ്രഹിച്ചുവല്ലോ. അപ്പോൾ ഇതാണ് മനുഷ്യന്മാരുടെ അവസ്ഥ. ഈ തുച്ഛപ്പെട്ട ഈ വിശുദ്ധ റമളാനിൽ പോലും പള്ളിയിൽ കുറച്ചൊന്ന് ഇരുന്ന് കുറച്ച് ഖുർആൻ ഓതാൻ പോലും സമയമില്ല. കാരണം എന്താ? അവിടെ ക്യാപ്റ്റൻ വിളിക്കണം, ആ സമയത്ത് അവിടെ എത്തണം. അതിൽ പല മതസ്ഥരുണ്ടാവും, ഓൽക്ക് ഇപ്പോൾ റമളാൻ ശുബാലും പെരുന്നാളൊന്നും ഇല്ലല്ലോ. ഇതാണ് അവസ്ഥ. അള്ളാഹുവിൻ്റെ പ്രിയം കിട്ടുന്ന ആളുകളാണ് തൗബ ചെയ്യുന്ന ആളുകൾ. ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീന വ യുഹിബ്ബുൽ മുതതഹിരീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബ ചെയ്ത മടങ്ങുന്ന ആളുകൾക്ക് വല്ലാത്ത ഇഷ്ടമാണ് അല്ലാഹ്. അതുകൊണ്ട് തൗബ ചെയ്യാൻ ഇനി സമയം അമാന്തിക്കാൻ പാടില്ല. സഹോദരന്മാരെ, റൂട്ട് തെറ്റിക്കണ എന്ന് നമുക്ക് മനസ്സിലായാൽ, വാഹനം ഓടിച്ച് നമ്മൾ പോവുകയാണ്, ദീർഘദൂര യാത്രയാണ്, റൂട്ട് തെറ്റിയിട്ടുണ്ട് എന്ന് മനസ്സിലായാൽ പിന്നെ കുറച്ചുകൂടി കഴിയട്ടെ, കുറച്ചുകൂടി പോട്ടെ, 10 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് തിരിച്ചു പോകാം. യു ടേൺ എടുക്കണം നമ്മളോട് പറയുന്നുണ്ട്, ഗൂഗിൾ മാപ്പ് പറയുന്നുണ്ട്, യു ടേൺ എടുക്കണം, തെറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കോ, ഒരു 10 കിലോമീറ്റർ കൊണ്ട് പോയിട്ട് യു ടേൺ ഇല്ല, അടുത്ത യു ടേൺ എവിടെ നിന്ന് കിട്ടുമോ അവിടുന്ന് യു ടേൺ എടുക്കും. എന്നാൽ പാപത്തിൻ്റെ വിഷയത്തിൽ അമാന്തിക്കാൻ പാടില്ല, അപ്പം യു ടേൺ എടുക്കണം. പ്രശ്നമാണ്, ആ ചെയ്ത് തെറ്റാണ് എന്ന് മനസ്സിലായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ, മുഅ്മിനീങ്ങളുടെ സ്വഭാവം, ഓൽക്കൊരു തെറ്റ് വന്നു പോയിട്ടുണ്ടെങ്കിൽ, മ്ലേച്ഛത വന്നു പോയിട്ടുണ്ടെങ്കിൽ, ഔ ളലമു അൻഫുസഹും,
അവർ സ്വന്തത്തോട് തന്നെ അക്രമം ചെയ്താൽ ദക്കറുല്ലാഹ്, ഉടനെ അല്ലാഹനെ ഓർക്കും. ഫസ്തഗ്ഫിറു ലിദുനൂബിഹിം വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അവർ തെറ്റുകളിൽ നിന്നും അല്ലാഹനോട് ഇസ്തിഗ്ഫാർ നടത്തും. അപ്പോൾ യൂട്ടേൺ എടുക്കാൻ അവർ വൈകൂല മുഅ്മിനീങ്ങളായ ആളുകൾ. പിന്നെ നമ്മൾ നാളെയാകട്ടെ എന്ന് അത് ശൈത്താൻ ഉണ്ടാക്കിത്തരും എന്ന് നമുക്ക് ശൈത്താൻ്റെ പ്രവർത്തനങ്ങളായി നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ആത്മാർത്ഥമായി തൗബ ചെയ്യുക. തൗബക്ക് അല്ലാഹു സ്വീകരിക്കുമെന്ന് പറഞ്ഞ സമയത്ത് തൗബ ചെയ്യാൻ ശ്രമിക്കുക. സയ്യിദുൽ ഇസ്തിഗ്ഫാർ നമ്മൾ പതിവാക്കണം. മറ്റുള്ള ആളുകൾക്ക് നമ്മൾ മാപ്പ് കൊടുക്കണം. അല്ലാഹനോട് നമ്മൾ മാപ്പിരക്കുമ്പോൾ മറ്റുള്ള ആളുകൾക്ക് നമ്മൾ മാപ്പ് കൊടുക്കണം. മറ്റുള്ള ആളുകൾക്ക് നമ്മൾ മാപ്പ് കൊടുക്കണം. അവിടെ മസിനോട് ചെന്ന് പഠിച്ചോനെ എനിക്ക് പുറത്തിറങ്ങിയെന്ന് പറയാം. ഓലി ചെയ്ത പാവങ്ങൾ എനിക്ക് പുറത്തുണ്ടായെന്ന് ഒരാൾ പറയുമ്പോൾ എനിക്ക് വിട്ടരില്ല. അത് ഭാര്യയോട്, ഭർത്താവിനോട്, ജ്യേഷ്ഠനോട്, അനിയനോട്, അയൽവാസിയോട്, സഹജീവിയോട്, കൂടെ ജോലി ചെയ്യുന്നവനോട് പുറത്തെടുക്കാൻ തയ്യാറല്ല. എന്നിട്ട് പഠിച്ചോനെ എനിക്ക് പുറത്തിറങ്ങുന്ന പറഞ്ഞതിൽ വലിയ അർത്ഥമില്ല. അതേപോലെ തന്നെ ഹറാമുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് പുറക്കെല്ലാം തേടണം. അവൻ്റെ സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടെങ്കിൽ അവർക്ക് തിരിച്ചു കൊടുത്തിട്ട് ഇസ്തിഗ്ഫാർ ചെയ്യണം. അവൻ്റെ അഭിമാനത്തെ ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പൊരുത്തപ്പെടി വെച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇസ്തിഗ്ഫാർ നടത്തണം. നിരാശപ്പെടാതിരിക്കുക, നന്മകൾ വർദ്ധിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകൾ വർദ്ധിപ്പിക്കുന്നതോടെ പാപങ്ങൾ പുറത്തു തരാൻ കാരണമാകും. ഇനി ഞാൻ ഹറാമിലേക്ക് തിരിച്ചു വരില്ല എന്നുള്ള തീരുമാനത്തോടുകൂടി തൗബ ചെയ്യണം.